കസ്തൂരി മഞ്ഞൾ വിളവെടുത്തു. കുറച്ചധികം കിട്ടി. കുറച്ച് നട്ടിട്ട് കുറേ അധികം കിട്ടി. വളമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇലയും കുറച്ച് വെണ്ണീരും മാത്രം ഇട്ടിട്ട് കുറേ അധികം കിട്ടി. 12 എണ്ണം നട്ടതായിരുന്നു. അതിൻ്റെ അകത്തു നിന്നാണ് ഇത്രയധികം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നുന്നു. കസ്തൂരി മഞ്ഞൾ എന്ന് വെച്ചാൽ മഞ്ഞ കളർ ഉണ്ടാവില്ല. മുഖത്തിടുമ്പോഴും നല്ല തണുപ്പാണ് ഉണ്ടാവുക. കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടാവും. ഇതാണ് കസ്തൂരി മഞ്ഞൾ. കഴുകി വൃത്തിയാക്കി ഇനി വേരൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് വെള്ളം ഉണക്കിയിട്ട് വെക്കണം. നമുക്ക് ആവശ്യത്തിന് കസ്തൂരി മഞ്ഞൾ കൊണ്ട് എണ്ണയോ മുഖത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഉണ്ടാക്കാം. കസ്തൂരി മഞ്ഞൾ കൊണ്ട് പൊടി ഉണ്ടാക്കാം. മുഖത്തിടുന്ന പൊടി ഉണ്ടാക്കാം. ഇതും കസ്തൂരി മഞ്ഞളും പാലും കൂടി അരച്ചിട്ട് തേച്ചാൽ മുഖത്ത് നല്ല തെളിച്ചം കിട്ടും. കസ്തൂരി മഞ്ഞൾ 50 ഗ്രാമിന് തന്നെ നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ 350 രൂപയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. വലിയ മുതൽ മുടക്കില്ലാതെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ആർക്കും ഉണ്ടാക്കാം. ശ്രമിച്ചു നോക്കൂ. ഓൺലൈനായിട്ട് വിത്ത് കിട്ടും. നമുക്ക് ആവശ്യത്തിന് കസ്തൂരി മഞ്ഞൾ കിട്ടും. ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓൺലൈനിൽ വിത്ത് വാങ്ങുക. കുറച്ച് ഇലകൾ എന്തെങ്കിലും കരിയിലകൾ എന്തെങ്കിലും കൂട്ടി വെക്കുക. അതിനകത്തേക്ക് കുറച്ച് മണ്ണോട്ടിട്ട് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുക. വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ചാണകവെള്ളമോ എന്തെങ്കിലും തളിച്ചാൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടും. ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് അധികം വലിപ്പമില്ലാത്തത്. മുഴുവൻ വേരുകളൊക്കെ ഒരുവിധം ചെത്തി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട പാകത്തിലേക്ക് ആക്കി വെച്ചു. ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. 2-3 തവണ ഒന്ന് വെയിലത്തൊന്ന് കൊണ്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് കുഴി എടുത്തിട്ട് കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില ഇട്ടിട്ട് മണ്ണിട്ട് പൊത്തി വെക്കണം. അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനാണ്. ഒരു 15 വിത്ത് വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത തവണ നടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് വീട്ടിലേക്കുള്ള ഉപയോഗത്തിനായി. എല്ലാവരും ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കസ്തൂരി മഞ്ഞൾ. നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം. നല്ല വില കിട്ടും.